നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഫയൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് അത് റീസൈക്കിൾ ബിന്നിൽ നിന്നും ക്ലിയർ ചെയ്തെന്ന് വെച്ചോ. നിങ്ങൾ വിചാരിക്കുന്നത് ആ ഫയൽ ഡിലീറ്റ് ആയി പോയെന്നാണോ? എന്നാൽ ഞാൻ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സത്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. ആ ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഉണ്ട്. ഏതൊരു സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ, ഡോക്യുമെന്റ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും അത് എടുക്കണമെന്ന് തന്നെ വിചാരിച്ചാൽ അത് തിരിച്ചെടുക്കാൻ പറ്റും. ആഴ്ചകൾ കഴിഞ്ഞോട്ടെ, വർഷങ്ങൾ കഴിഞ്ഞോട്ടെ. അപ്പൊ ശരിക്കും എന്താണ് നമ്മൾ ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നടക്കുന്നത്? ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇറ്റ്സ് മീ ജോബിൻ സെൽവാനോസ് ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. നിങ്ങളിപ്പോൾ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഒരു കമ്പ്യൂട്ടറിലാണെന്ന് വെച്ചോ, ഇത് റീസൈക്കിൾ ബിന്നിലോട്ട് പോകും. മാക്കിലാണെന്നുണ്ടെങ്കിൽ ഇത് ട്രാഷിലോട്ട് പോകും. അത് നിങ്ങൾക്കറിയാം. ഈ ഒരു ബിന്നിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നീ റീസ്റ്റോർ ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അത് പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്യാം. പക്ഷേ അവിടെ ഡിലീഷൻ നടക്കുന്നതായിട്ട് നിങ്ങൾ ഇനി മുതൽ ചിന്തിക്കാൻ പാടില്ല. കാരണം ഡിലീറ്റ് എന്നതുകൊണ്ട് ഡിസ്ട്രോയ് എന്നല്ല കമ്പ്യൂട്ടർ മീൻ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഒരു മെയിൻ പീസ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ നോർമൽ എല്ലാ കമ്പ്യൂട്ടറിലും അത് വിൻഡോസ് ആണ്, ആപ്പിളിന്റെ കമ്പ്യൂട്ടറിൽ അത് മാക് OS ആണ്. ആക്ച്വലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളൊരു ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ഫയൽ ആക്ച്വലി ഒരിടത്ത് സ്റ്റോർ ചെയ്തിരിക്കുകയാണല്ലോ. ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. ആ റെക്കോർഡിൽ നിന്ന് ഈ ഇരിക്കുന്ന സ്ഥലം മാച്ച് കളയേ ഉള്ളൂ, അല്ലാതെ ആ ഒരു ഫയൽ ഇരിക്കുന്ന ലൊക്കേഷനിലുള്ള ഡേറ്റ ക്ലിയർ ചെയ്ത് കളയുന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരാം. അതായത് ഒരു ലൈബ്രറി നിറച്ച് ബുക്സ് ഉണ്ട്. ഈ ബുക്സിനെ കുറിച്ചുള്ള റെക്കോർഡെല്ലാം അവിടുത്തെ ലൈബ്രറിയൻ്റെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഹാരി പോട്ടറിൻ്റെ ഒരു ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഷെൽഫിൽ ഏത് സെക്ഷനിൽ ഇരിക്കുന്നു എന്ന് നമുക്ക് ആ ബുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഡയറക്ട്ലി ഷെൽഫിൽ പോയല്ല ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഫയൽ എടുത്തുകൊണ്ട് വരുന്നത്. അതിന് പകരം ഈ റെക്കോർഡ് പോയി നോക്കിയിട്ട് ഈ ഫയൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ റെക്കോർഡിൽ വന്നിട്ട് ആ ഫയൽ നെയിം ഒന്ന് മാച്ച് കളയും, അതുപോലെ തന്നെ ആ റെക്കോർഡ് എവിടെയാണ് ഉണ്ട് അതും മാച്ച് കളയും. ആക്ച്വൽ ബുക്ക് അവിടെ ഇരിക്കുകയാണ്. ആക്ച്വൽ ബുക്ക് തീയത്തിച്ച് കളയുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പേജ് കീറി കളയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആക്ച്വൽ ആ ബുക്ക് അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഡിലീറ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് ഡെസ്ട്രോയ് ചെയ്യുന്നു എന്നല്ല കമ്പ്യൂട്ടർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ഫയൽ ഡിലീറ്റ് ആവുന്നതെന്ന്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഡേറ്റ ഒരു ഫിസിക്കൽ സ്റ്റോറേജ് ഡിവൈസിൽ സേവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പാർട്ടാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് മനസ്സിലാവാത്തത്. അതിപ്പോ പണ്ടത്തെ ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, അത് പണ്ടോട്ടേ യൂസ് ചെയ്യുന്ന ഒരു ഓൾഡ് ഫാഷൻ വേ ആണ്. ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള SSD ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയും. ഇതുപോലത്തെ ഏത് സ്റ്റോറേജ് ഡിവൈസും ആയിക്കോട്ടെ, ഈ സ്റ്റോറേജ് ഡിവൈസിനെ ചെറിയ ചെറിയ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ ചങ്ക്സിനെ പറയുന്നത് അഡ്രസബിൾ യൂണിറ്റ്സ് എന്നാണ്. ഈ പേര് കേട്ട് പേടിക്കുന്നത് വേണ്ട. നമ്മുടെ കമ്പ്യൂട്ടറിന് ഈസി ആയിട്ട് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടി അതിനെ ഓരോ ചെറിയ ചെറിയ പാർട്ടായിട്ട് കീപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്തൊരു CD പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. ആ ഡിസ്ക് ഇങ്ങനെ കറങ്ങിയൊക്കെ ചെയ്യും. അപ്പൊ അതിലെ ഓരോ ചെറിയ യൂണിറ്റ്സിനെ പറയുന്ന സെക്ടേഴ്സ് എന്നാണ്. ഈ ഓരോ സെക്ടേഴ്സിലും ഒരു 512 ബൈറ്റ് തൊട്ട് ഒരു 4 കിലോ ബൈറ്റ്സ് വരെയാണ് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. മറിച്ച് SSD-യിലാണെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ കറങ്ങുന്ന ഡിസ്ക് ഒന്നുമില്ല, കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, കുറച്ചും കൂടെ ഫാസ്റ്റർ ആണ്. അപ്പൊ ഈ SSD-യിൽ ഓരോ ചെറിയ യൂണിറ്റ്സിനെ പറയുന്നത് പേജ് എന്നാണ്. സെയിം കൺസെപ്റ്റ് ആണ്, വേറൊരു പേരായിട്ട് അറിയപ്പെടുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ യൂണിറ്റ്സുമായിട്ടല്ല ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ നല്ല സ്ലോ ആവും. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബ്ലോക്സ്. ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പേജസ് ഓർ സെക്ടേഴ്സ് ആണ്. ഇതിപ്പോൾ ഹാർഡ് ഡിസ്ക് ഉള്ള കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിൽ സെക്ടേഴ്സ് ആയിരിക്കും, അല്ല SSD ഉള്ള കമ്പ്യൂട്ടറിലാണെങ്കിൽ പേജ് ആയിരിക്കും. ഒരു ഗ്രൂപ്പ് ഓഫ് ഈ യൂണിറ്റ്സ് കയറുമ്പോഴാണ് ബ്ലോക്ക് ആവുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു വലിയ ഫ്ലാറ്റ്, അതിൽ 100 റൂംസ് ഉണ്ട്. ഈ ഫ്ലാറ്റിനെ നമുക്ക് നമ്മുടെ ഒരു സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് കരുതാം. ഇതിൽ ഓരോ റൂംസ് ഓരോ ബ്ലോക്കാണ്. അപ്പോൾ 100 റൂംസ് ഉള്ളതിനെ 100 ബ്ലോക്കായിട്ട് കരുതുക. ഇനി ഈ ഓരോ റൂമിലും നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പോകുമ്പോൾ ഓരോ യൂണിറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ സെക്ടർ അല്ലെങ്കിൽ പേജസ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. അതിനുവേണ്ടി ഓരോ കാർഡ്ബോർഡ് ബോക്സ് കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് ഡേറ്റ വെച്ചിട്ട് ക്ലോസ് ചെയ്യും, അടുത്ത കാർഡ്ബോർഡ് ബോക്സ് വെക്കും, ക്ലോസ് ചെയ്യും. അങ്ങനെ ആ റൂം നിറച്ച് ആ ഒരു കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് നിറയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു റൂം മൊത്തം നിറയുന്നത്. ആ റൂം മൊത്തം നിറയുമ്പോൾ അത് ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യും. ഈ ബ്ലോക്കുമായിട്ടാണ് ഡയറക്ട്ലി നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഫയല് പല പീസസ് ആക്കി, പല പെട്ടിയിലാക്കി, പല റൂമുകളിലും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ എങ്ങനെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊന്ന് വെക്കേഷനിൽ പോയി ഒരു സെൽഫി എടുത്തു, സേവ് ചെയ്തു. ഇതെങ്ങനെയായിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുക? ഇതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി ഓരോ യൂണിറ്റ്സിൽ സ്റ്റോർ ചെയ്ത് തുടങ്ങുന്നു. ഒരു റൂമിൽ നിറച്ച് പല യൂണിറ്റ്സ് ആയിട്ട് നിറയ്ക്കുന്നു. ആ റൂം നിറഞ്ഞെന്ന് വെച്ചോ, ബാക്കി ഫയൽ എവിടെ സ്റ്റോർ ചെയ്യും? ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ഫയലാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആണെന്ന് വെച്ചോ, എന്ത് ചെയ്യും? അടുത്ത റൂമിലും ഇതുപോലെ നിറയ്ക്കും. അങ്ങനെ 2-3 റൂമിൽ എൻ്റെ ഫയൽ നിറച്ചപ്പോഴാണ് ആ ഒരു ഫോട്ടോ ഫുള്ള് സ്റ്റോർ ആയെന്ന് വെച്ചോ. അപ്പോൾ 3 ബ്ലോക്ക് എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. ഇനി ഈ 3 ബ്ലോക്കും കൊണ്ട്
ഒരിടത്ത് എഴുതി വയ്ക്കും. അതിനെയാണ് പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഫ്ലാറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ റൂമിൽ ആര് താമസിക്കുന്നു എന്നുള്ളൊരു റെക്കോർഡ് ചിലപ്പോൾ കാണും. ആ ഒരു റെക്കോർഡ് ബുക്ക് താഴെ ലോബിയിൽ കാണും. ആ ലോബിയിൽ ഇപ്പോൾ വെക്കേഷൻ ഫോട്ടോ .png അതിൽ 10ാമത്തെ ബ്ലോക്ക്, 11ാമത്തെ ബ്ലോക്ക്, 12ാമത്തെ ബ്ലോക്ക് ഇതിലിരിക്കുന്നത് വെക്കേഷനിലെടുത്ത ആ ഒരു സെൽഫിയാണ്. അടുത്ത് ഇനി നിങ്ങളൊരു resume.docs ഫയൽ സേവ് ചെയ്തെന്ന് വെച്ചോ, അതിരിക്കുന്ന ബ്ലോക്ക് ചിലപ്പം 20 to 21 ആയിരിക്കും. ഇനി ഒരു ബർത്ത്ഡേ വീഡിയോ എടുത്തെന്ന് വെച്ചോ, അത് ചിലപ്പോൾ 30 to 33 ആയിരിക്കും. ഈ ഒരു രീതിയിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യുന്ന ഡീറ്റെയിൽസ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പോയിന്റ് ചെയ്ത് കാണിക്കുന്നതാണ് പോയിന്റർ എന്ന് ഞാൻ ആക്ച്വലി പറഞ്ഞു. അപ്പോൾ ഈ പോയിന്ററിലല്ല ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. പോയിന്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡയറക്ഷൻ കാണിക്കുന്നതാണ്, അവിടെയാണ് ഡേറ്റ ഇരിക്കുന്നതെന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ഫയൽ സ്റ്റോർ ചെയ്യുന്നതെന്ന്. ഇനി ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി എങ്ങനെയാണ് നടക്കണമെന്ന് ടെക്നിക്കലി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഫയൽ എക്സ്പ്ലോറർ എടുത്തു, അല്ലെങ്കിൽ മാക്കിലാണെന്നുണ്ടെങ്കിൽ ഫൈൻഡർ എടുത്തു, അത് നോക്കുമ്പോൾ പല ഫയൽസും ഫോൾഡേഴ്സും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ റെസ്യൂം കണ്ടു. എന്തുകൊണ്ടാണ് റെസ്യൂം നിങ്ങൾ അവിടെ കാണുന്നതിന് കാരണം നിങ്ങളുടെ ഫയൽ സിസ്റ്റത്തിൽ ഒരു ഇൻഡെക്സ് ഉണ്ട്. ഇൻഡെക്സിൽ ഈ പോയിന്റർ ഉള്ളത് കൊണ്ടാണ്. ആ പോയിന്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫയൽ നെയിം എഴുതിയിരിക്കും. അതിനുശേഷം ഈ ബ്ലോക്ക് 20ലും 21ലും ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നാണ് അവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങൾ ആ ഫയൽ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഹാപ്പൻ ചെയ്യുന്നത് ഈ ഒരു ഫയൽ സിസ്റ്റത്തിൻ്റെ ഇൻഡെക്സിൽ നിന്ന് അത് റിമൂവ് ചെയ്ത് കളയും. ഈ ബ്ലോക്കിലാണ് കിടക്കുന്നതെന്നുള്ള ആ ഒരു പോയിന്റർ അങ്ങെടുത്ത് കളയും. അത്രേ നടക്കുന്നുള്ളൂ. ആക്ച്വലി ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ആ ഒരു ഓരോ ബോട്ട്സും പുറത്തെടുത്ത് വെളിയിൽ കൊണ്ടേ കത്തിച്ച് കളയുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ ഫയലിൻ്റെ ഫുൾ ഡേറ്റ ആ യൂണിറ്റ്സിലും ബ്ലോക്കിലും ഇരിപ്പുണ്ട്. ആ 0s 1 അവിടെ ഇരിപ്പുണ്ട്. ഒരു ഫയലോ ഇമേജോ എന്തും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് 0s and 1 നിങ്ങൾക്ക് അറിയാലോ. എന്തുകൊണ്ടായി കമ്പ്യൂട്ടേഴ്സിന് 0ഉം 1ഉം മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയുടെ മുകളിൽ കാർഡായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊന്ന് വാച്ച് ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് അതിലും കിട്ടും. അപ്പോൾ യൂഷ്വലി വരുന്ന ഒരു ഡൗട്ടാണ്, ആ ബ്ലോക്കിൽ ആക്ച്വലി നമ്മുടെ ഡേറ്റ ഇരിക്കുമ്പോൾ അത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ, നമ്മുടെ സ്റ്റോറേജ് വെറുതെ പോവുകയല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ആക്ച്വലി നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് ലേബൽ ചെയ്യും. ആ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യും. ഇനി ഒരു പുതിയ ഫയൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യും. അതിനുശേഷം ആ ഒരു സ്പേസ് പുതിയ ഫയലിൻ്റെ ബ്ലോക്കായിട്ടായിരിക്കും എഴുതി കൊടുക്കുക. മേ ബി ഇൻ ഫ്യൂച്ചർ ഞാൻ ഒരു പുതിയ സെൽഫി എടുത്ത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബാക്കിയുള്ളതോ നോക്കും, സ്ഥലം ഇല്ലെന്ന് കാണുമ്പോൾ ഇവിടെയും ഓക്കെ ആരും യൂസ് ചെയ്യാത്ത 2 സ്ഥലമുണ്ട്, അവിടുത്തെ ഡേറ്റ എല്ലാം റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ഡേറ്റ ഇടുന്നു. അതിനുശേഷം ഈ ബ്ലോക്ക് കൊണ്ടുവന്ന് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു പോയിന്റേഴ്സിൽ. ഇതായിരിക്കും ആക്ച്വലി നടക്കുന്നത്. ഇവിടെയാണ് എക്സാക്ട്ലി സൈബർ ഫോറൻസിക്കിനും പോലീസ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനും അല്ലെങ്കിൽ റിക്കവറി ടൂൾ യൂസ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഈ ഡേറ്റ റിക്കവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഗസ് ഉണ്ടായിരിക്കും എങ്ങനെയാണ് ഈ ഡേറ്റ തിരിച്ചെടുക്കുന്നതെന്ന്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളൊന്ന് റിസർച്ച് ചെയ്തോ, എങ്ങനെയാണെന്നൊന്ന് മനസ്സിലായിക്കോ, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോ. അല്ല ഇതിനെപ്പറ്റി നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിച്ചോ, നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാവുന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഈ ഡേറ്റ പലരും റിക്കവർ ചെയ്യണമെന്നും റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെ ഈ ഫയൽസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാമെന്നും ഞാൻ ആ വീഡിയോയിൽ പറയാം. അപ്പോൾ ആ വീഡിയോ വേണമെന്നുള്ളൊരു റിക്കവറി വീഡിയോ നീഡെന്ന് കമൻറ്റ് ചെയ്തോ, ആ വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ സംസാരിച്ച എല്ലാ കൺസെപ്റ്റും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഏതെങ്കിലും ഫയൽസ് ഡിലീറ്റ് ചെയ്തിട്ട് അത് ഡെസ്ട്രോയ് ആയെന്ന് വിചാരിച്ചിരിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇതുപോലത്തെ പുതിയ ടെക് അപ്ഡേറ്റ്സും കരിയർ റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു പുതുത്തൻ വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ജോബിൻ സൽവാനോ സൈനിങ് ഔട്ട്.